സത്യത്തില് ഈ പ്രിയദർശന്റെ കോമഡി സിനിമകൾ കുറച്ച് കാലമായി കേരളത്തില് അതിൻ്റെ ഒരു അഭാവം സത്യത്തിൽ ഇപ്പോ ഈ PV നികത്തുകയാണ്. ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ കേരളത്തിൽ. ഈ കാരണഭൂതനിലുള്ള തുടക്കം, ഈ സ്തുതി പാട്ടിന്റെ തുടക്കം കാരണഭൂതനിലാണല്ലോ. കാരണഭൂതൻ അവസാനം എത്തിയിരിക്കുന്നത് തീയിൽ കുരുത്ത കുതിര, മണ്ണിൽ മുളച്ച സൂര്യൻ. സത്യത്തിൽ ഒരു പ്രസ്ഥാനവും ഒരു വ്യക്തിയും ഒരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള ഒരു ജീർണത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ അനിൽ സാർ പറഞ്ഞതുപോലെ ഇത് എഴുതിയവന്റെ തലയ്ക്ക് വെളിവില്ലെങ്കിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് തലയ്ക്ക് വെളിവുണ്ടല്ലോ. ഇത് വെളിവില്ലാത്ത ആളുകൾ ഇതിന് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ EP ജയരാജൻ LDF കൺവീനർ ഈ സ്തുതിഗീതത്തെ മഹാന്മാർക്ക് ഇത്തരത്തിലുള്ള സ്തുതിഗീതങ്ങളൊക്കെ ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് എന്താ ഛേദമെന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇതിഹാസ പുരുഷൻ, അതെ ഇതിഹാസ പുരുഷനാണല്ലോ, കേരളത്തിന്റെ ഇതിഹാസ പുരുഷനാണല്ലോ. അപ്പൊ ഈ ഇതിഹാസ പുരുഷൻ കേരളത്തിലെ ജനങ്ങളെ കുറച്ചു കാലമായി ഇങ്ങനെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ഇങ്ങനെ പറ്റിച്ചും വഞ്ചിച്ചും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു അന്ത്യത്തിലുള്ള ഒരു പാട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഞാൻ പറയുന്ന കഴുകൻ. അങ്ങനെയാണല്ലോ, കഴുകൻ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ. ഈ കഴുകൻ ഈ കേരളത്തിലെ അവസാനത്തെ കനൽത്തരിയും കൊത്തിക്കൊണ്ടുപോയി ഇതിനെ ഇല്ലാതാക്കാനായി ജനിച്ചിട്ടുള്ള ഒരു കഴുകനായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് CPM പോലെയുള്ള കേന്ദ്രീകൃത ജനാധിപത്യമുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അപജയം അനിൽ സാർ നേരത്തെ പറഞ്ഞല്ലോ. വ്യക്തിപൂജയിൽ നിന്ന് പിണറായി പൂജയിലേക്ക് ഈ കേരളത്തിലെ ഒരു പ്രസ്ഥാനം മാറുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഒരു ദുര്യോഗം അനവധി ചോരച്ചാലുകളിലൂടെ നീന്തിക്കയറിയ പ്രസ്ഥാനമെന്നും പാവപ്പെട്ടവന്റെയും തൊഴിലാളികളുടെയും കർഷകന്റെയും പ്രസ്ഥാനമെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് അതിന്റെ അണികളെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരാക്കി ഇപ്പോഴും പ്രവർത്തിക്കുന്ന അന്തംഗമ്മികളായിട്ടുള്ള കുറെ ആളുകളെയും എത്ര മനോഹരമായിട്ടാണ് വഞ്ചിക്കുന്നത്. നോക്കൂ, ഇത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഈ പ്രസ്ഥാനത്തെ ഏതൊക്കെ രീതിയിലാണ് ഹൈജാക്ക് ചെയ്തതെന്ന് നമുക്കറിയാം. അത് സാമ്പത്തികമായി, സാമൂഹികമായി, ഇപ്പൊ കുടുംബാധിപത്യത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ അദ്ദേഹം ഹൈജാക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് ഈ സ്തുതി പാഠകർക്ക് മാത്രമേ CPM-നകത്ത് അധികാരവും സ്ഥാനവും കിട്ടും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അത് പിണറായി വിജയനെ മാത്രം നമ്മൾ സ്തുതിച്ചുകൊണ്ട് കാര്യമില്ല, മരുമകൻ റിയാസിനെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തണം. ഇപ്പൊ മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണല്ലോ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചകളിലൊക്കെ നിയമസഭയിൽ പോലും ആദ്യം കേൾക്കുന്നത് പിണറായി സ്തുതിയും പിന്നീട് കേൾക്കുന്നത് റിയാസ് സ്തുതിയാണ്. അപ്പോൾ പിണറായി വിജയൻ സൂര്യനാണെങ്കിൽ അപ്പുറം ചന്ദ്രനുണ്ട്, അത് റിയാസാണ്. അപ്പൊ നോക്കൂ, ഒരു കുടുംബം കേരളത്തിന്റെ ജനാധിപത്യത്തെയും കേരളത്തിന്റെ സമഗ്ര അധികാരത്തെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പിണറായി വിജയൻ. നിങ്ങൾ നോക്കൂ, ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വ്യക്തിപൂജയെ കുറിച്ച് ഇവർ പറയുന്ന സമയത്ത് ആദരണീയനായിട്ടുള്ള VS-നും ഈ വ്യക്തിപൂജയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് VS-നോട് ജനങ്ങൾക്ക് ആരാധനയായിരുന്നു. സത്യത്തിൽ ആരാധനയിൽ നിന്നുണ്ടായ വ്യക്തിപൂജയായിരുന്നു. എന്നാൽ അന്ന് ഇവർ തിരുത്തിയല്ലോ. 95-ൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് കേരളത്തിൽ അദ്ദേഹം നടത്തിയൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ പടം വെച്ചപ്പോ ആ പടം വേണ്ട എന്ന് പറഞ്ഞ് തിരുത്തി VS-ന്റെ പേര് മാത്രം വെച്ചൊരു പ്രസ്ഥാനമാണ് CPM. അത് EK നായനാരായിക്കോട്ടെ, EMS ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് CPM-കളിൽ പോസ്റ്റർ വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയത് പിണറായി വിജയൻ 2005-ലോ 2006-ലോ നടത്തിയിട്ടുള്ള നവകേരള യാത്രയാണ്. ആദ്യമായിട്ട് ഒരു ഫുൾ ഫ്ലെക്സ് രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖം നമ്മൾ കേരളത്തിൽ ഈ പോസ്റ്ററുകളിൽ കാണുന്നത്. അന്ന് തുടങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത് വരെയുള്ള പിണറായി വിജയൻ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയും ചന്ദ്രന്റെ പര്യായം പോലെ, ഭൂമിയുടെ പര്യായം പോലെ എത്ര പര്യായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഒന്ന് ഇരട്ടച്ചങ്കൻ, മറ്റൊന്ന് കാരണഭൂതൻ, ഇപ്പോ തീയിൽ കുരുത്ത കുതിര. എനിക്ക് ഇപ്പോഴും ഈ തീയിൽ കുരുത്ത കുതിര എന്നതിന്റെ അർത്ഥം ഇപ്പോഴും സത്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ പൂവരണി നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ കാരണഭൂതൻ എന്നുള്ള എല്ലാറ്റിനും. അതും കാരണഭൂതൻ എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ സർവ്വലോക കമ്മ്യൂണിസത്തിന്റെ അധിപനായിട്ടാണ് ഈ പൂവരണി നമ്പൂതിരി അദ്ദേഹത്തിനെ വാഴ്ത്തിയത്. സത്യത്തിൽ ഈ സർവ്വലോക കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ കനൽത്തരി കെടുത്താനായി ജനിച്ചിട്ടുള്ള കാരണഭൂതനാണ് പിണറായി വിജയൻ. അതിനൊരു സംശയം വേണ്ട. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രത്തിൽ ഈ വിഡ്ഢികളായിട്ടുള്ള ഭരണാധികാരികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സ്റ്റാലിൻ വിഡ്ഢിയായിരുന്നു, പമ്പര വിഡ്ഢിയായിരുന്നു. ലെനിൻ അതിലും വലിയ പമ്പര വിഡ്ഢിയായിരുന്നു. അന്ന് സ്തുതിപാഠകരായിരുന്നു ഈ രണ്ടുപേർ നേതാക്കന്മാരെ നശിപ്പിച്ചത്. ഇനി നിങ്ങൾ പോൾ വോൾട്ട്, ഇനി നമ്മളുടെ ഹോച്ചുമിൻ, ഫിഡൽ കാസ്ട്രോ, ഇപ്പൊ അവസാനം പിണറായി വിജയനും. സത്യത്തിൽ നമ്മുടെ ഈ ശ്രീജിത്ത് പണിക്കർ ഇപ്പോഴൊന്നല്ല, കുറച്ചു മുമ്പ് നമ്മുടെ അദ്ദേഹം ഈ ഡിബേറ്റിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഈ പിണറായി വിജയനെ കുറിച്ച് അന്ന് അദ്ദേഹം ഒരു സരസമായിട്ട് നമ്മുടെ ഈ ട്രോളിൽ ഈ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു മടിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്,
പിൻ വിജ് എൻ ആണ് സത്യത്തിൽ പിണറായി വിജയൻ. ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് നമ്മളെ കേരളത്തെ പരിചയപ്പെടുന്ന ശ്രീധനിക്കണം. അപ്പൊ അദ്ദേഹത്തിനോട് ഞാനതൊന്ന് ഒരു നന്ദി കൂടി പ്രകടിപ്പിക്കട്ടെ. ബിൻ എൻ, അതായത് കിം ജോ എൻ, നമ്മൾ കിം ജോ യൂൺ കേട്ടിട്ടല്ലോ, ഉത്തര കൊറിയ. അപ്പൊ CPM-കാരുടെ സത്യത്തിൽ ഇപ്പോഴത്തെ മാതൃക ഉത്തര കൊറിയയാണ്. ഈ ഉത്തര കൊറിയയെ കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിലാണ്. ഈ ആലപ്പുഴ സമ്മേളനത്തിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള കുണ്ടന്നൂരിലെ മുൻ MLA സ്വരാജ് അന്ന് ഈ പറയുന്ന വലിയ VS-ന്റെ ഒരു അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ പറഞ്ഞത് ഉത്തര കൊറിയൻ മോഡലിൽ സഖാവ് VS അച്യുതാനന്ദനെ നമ്മൾ വെട്ടിയെരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്നാ. അപ്പൊ സത്യത്തിൽ അതിന്റെ ഒരു ആ ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം ഈ കിം ജോ ഉന്നിനെ CPM ഏറ്റെടുത്തു. അപ്പൊ കേരളത്തിലെ ബിൻ വിജ് എൻ എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഈ തോന്നിവാസവും കോമാളിത്തരവും കണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ സത്യം തല താഴ്ത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സത്യത്തിൽ നാണക്കേടാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഒരു മുഖ്യമന്ത്രി എങ്ങനെയൊക്കെയാണ് അപഹാസ്യനാവുന്നത്. സത്യത്തിൽ ഇദ്ദേഹം അങ്ങനെ അല്ലാത്ത ഒരാളാണ് ഈ തള്ളി പറയണ്ടേ. ഈ സത്യത്തിൽ ആരെങ്കിലും തള്ളി പറയണ്ടേ ഈ പാർട്ടിക്കകത്ത്. പണ്ട് VS-നെ തള്ളി പറയാൻ അച്യുതാനന്ദൻ ഉണ്ടായി, നായനാരെ തള്ളി പറയാൻ VS ഉണ്ടായി. ഈ പിണറായി വിജയന്റെ ഈ സ്തുതിപാഠക സംഘങ്ങൾ നിർത്തൂ, ഈ സ്തുതിപാഠകൻ എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? സത്യത്തിൽ ഒരു പ്രസ്ഥാനം നോക്കൂ, CPM പോലെയുള്ള ഒരു പ്രസ്ഥാനം വലിയ കേരള പ്രസ്ഥാനമല്ലേ, ഇവർ അങ്ങനെയല്ല പറയാ. പാർട്ടി ദുരവസ്ഥ വല്ലാത്ത പാർട്ടി എന്നൊരു സംവിധാനം. അതുകൊണ്ട് ഇത് സാധാരണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഒരു പടി മേലെയായിരിക്കും. അദ്ദേഹമാണല്ലോ ഇത് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആജ്ഞാശക്തിയിലൊക്കെ ആണല്ലോ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പാർട്ടിയെയും ഭരണത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തിയായിട്ടായിരുന്നു ഇക്കാലം അത്രയും നമ്മളൊക്കെ കണ്ടിരുന്ന അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ, അങ്ങനെ ഒരാളില്ലല്ലോ. MV ഗോവിന്ദനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹവും സ്തുതി പാടുകയാണല്ലോ. സൂര്യനാണ് അടുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ക്ലച്ച് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ. ഇനി